ഇന്ന് അച്ഛന്റെയും പൊന്നുന്റെയും പാറുട്ടിയുടെയും ഒക്കെ കൂടെ എന്റെ വീടിനടുത്തുള്ള ഒരു അമ്പലത്തിൽ ഉത്സവം കാണാൻ വേണ്ടി പോകുവാണ്. സ്വന്തം നാട്ടിൽ നിന്ന് മാറി നിൽക്കുമ്പോൾ മനഃപൂർവ്വം വിട്ടുകൊടുക്കേണ്ടതോ നഷ്ടപ്പെടുത്തേണ്ടതോ ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ടല്ലേ. എന്നെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു കാര്യമായിരുന്നു നാട്ടിലെ ഉത്സവങ്ങൾ. ഈ ഒരു വീഡിയോ എടുക്കുമ്പോൾ എനിക്കൊന്നും തോന്നിയില്ലെങ്കിലും ഇത് എഡിറ്റ് ചെയ്യുമ്പോൾ എനിക്ക് ഭയങ്കര വിഷമായിരുന്നു. കാരണം ഏകദേശം ഒരു 18 വർഷങ്ങൾക്ക് ശേഷമാണ് ഞാൻ എന്റെ അച്ഛന്റെ കൂടെ ഒരു ഉത്സവം കാണാനായിട്ട് പോകുന്നത്. പണ്ട് അച്ഛന്റെ കൂടെ ഉത്സവപ്പറമ്പിൽ പോയ തിറയും താലപ്പൊലിയും ഒക്കെ കണ്ട് കോലൈസും മുളക് ബജിയൊക്കെ കഴിച്ച് കുറെ കളിപ്പാട്ടങ്ങളും പൊരിയും പല്ലുമലൊട്ടുന്ന മിഠായി ഒക്കെ വാങ്ങിച്ചായിരിക്കും വീട്ടിലേക്കുള്ള മടക്കം. പക്ഷെ പിന്നീട് എപ്പോഴോ കൗമാരപ്രായത്തിലേക്ക് കടന്നപ്പോ ഫ്രീഡവും ഇൻഡിപെൻഡൻസും ലൈഫിലേക്ക് ചേക്കേറിയപ്പോ ഞാനും എല്ലാ കൗമാരപ്രായക്കാരെയും പോലെ തന്നെ പാരന്റ്സിൽ നിന്നും ഫ്രണ്ട്സിലേക്ക് ഒതുങ്ങിക്കൂടി. പിന്നീടുള്ള എല്ലാ ഉത്സവങ്ങളും ഫ്രണ്ട്സിന്റെ കൂടെയാണ് ഞാൻ ആഘോഷിച്ചിട്ടുണ്ടായിരുന്നത്. 18 വർഷങ്ങൾക്കിപ്പുറം അച്ഛന്റെ കൂടെ ഉത്സവത്തിന് പോയപ്പോ അന്നത്തെ ആ ഒരു കുഞ്ഞു കുട്ടിയായിരുന്നു എന്റെ മനസ്സിൽ. ഒരു 5 വയസ്സുള്ള കുഞ്ഞിനെ പോലെ അവിടെയുള്ള കുഞ്ഞു കുഞ്ഞു കളിപ്പാട്ടങ്ങളൊക്കെ ഞാൻ കൊതിയോടെ നോക്കി നിൽക്കുമായിരുന്നു. ഞാൻ നോക്കി നിന്ന ഗ്യാപ്പിൽ എന്റെ കയ്യിലിരുന്ന ട്രോഫി കടയിലുണ്ടായിരുന്ന ഒരു പട്ടിക്കുഞ്ഞിനെയും കയ്യിലെടുത്ത് നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ. എന്തൊക്കെ പറഞ്ഞിട്ടും പുള്ളിക്കാരി അത് തിരിച്ചു കൊടുക്കുന്നുണ്ടായിരുന്നില്ല. പിന്നെ കുഞ്ഞുമക്കൾ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു ആഗ്രഹങ്ങളൊക്കെ പറഞ്ഞാൽ എങ്ങനെ സാധിച്ചു കൊടുക്കാതിരിക്കാൻ പറ്റുക.